ഹലോ ഗൈസ്, കുറേ മാസങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് നമ്മൾ വാങ്പാങ്ങിന്റെ അടുത്ത ഡ്രാമ കാണുന്നത്. ഈ ഡ്രാമ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, ക്വീൻ ഓഫ് ടിയേഴ്സ്, വെൻ ഐ ഫ്ലൈ ടുവേർഡ്സ് യു, ഇങ്ങനെ കുറേ ഡ്രാമ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ എന്തായാലും ഒറ്റയടിക്ക് ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് തീർച്ചയായും അത് ഓരോന്നായിട്ട് നമ്മൾ ഇടും. അങ്ങനെ ആ ഒരു ലിസ്റ്റ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു കിടിലൻ സ്കൂൾ ഡ്രാമയാണ് ഫസ്റ്റ് റൊമാൻസ്. തുടക്കം തന്നെ നമ്മുടെ വാങ്പാങ്ങിനെയാണ് കാണിക്കുന്നത്. ഇവളുടെ പേര് ഷോയിഫെങ്. അങ്ങനെ കോളേജിന്റെ ആദ്യത്തെ ദിവസം തന്നെ സ്കൂളിൽ പഠിച്ചപ്പോ വൺ സൈഡായിട്ട് പ്രേമിച്ച് നടന്ന പയ്യനെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി അവളും ധൈര്യമായിട്ട് സ്റ്റേജിലേക്ക് പോകും. പക്ഷെ അതേസമയം ആ പ്രൊപ്പോസൽ മൊത്തത്തിൽ കുളവായി. അവസാനം അവളും പതിയെ ഇങ്ങനെ പുറത്തേക്ക് വന്ന് നിൽക്കും. എനിക്കൊന്നും പറ്റില്ല, പാവ എങ്കെ അവൻ എന്നെ കാണണമെന്ന് ആഗ്രഹിച്ചോണ്ടാ ഇത്രയൊക്കെ സംഭവിച്ചു പോയ, അല്ലാതെ ഞാനിപ്പോ എന്തോ ചെയ്ത്. ബെസ്റ്റ് അവള് പറഞ്ഞങ്ങ് വിശ്വസിച്ചല്ലേ. അവൾ എന്തോ കാണിച്ചെന്ന് ഞാനിപ്പോ പറഞ്ഞുതരാം. അപ്പനാണ് സത്യത്തിൽ ഇവള് പ്രൊപ്പോസ് ചെയ്യാൻ പോയപ്പോ എന്തോ സംഭവിച്ചെന്ന് കാണിക്കുന്നത്. അങ്ങനെ ഇവളും കൂളായിട്ട് അവളുടെ സ്കൂളിൽ പഠിച്ച ക്രഷ് എൻകെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ അവനായിരിക്കും സ്റ്റേജിൽ പിയാനോ ഒക്കെ വായിച്ച് എല്ലാവരും ഇംപ്രസ് ചെയ്തോണ്ടിരിക്കുന്നത്. അതിനുശേഷം അവൻ അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇവൾ നൈസിന് സ്റ്റേജിൽ കയറി നിൽക്കും. അപ്പനാണ് ഇത് കണ്ട് അവിടുത്തെ സാറിനൊന്നും മനസ്സിലാവാതെ നീ എന്തിനാടി ഇപ്പൊ ഇങ്ങോട്ടേക്ക് കയറുന്നതെന്ന് പറഞ്ഞ് സാറ് മൈക്കെടുത്ത് സംസാരിക്കാൻ തുടങ്ങും. ആ സ്റ്റുഡൻസ്, ഇപ്പൊ നമ്മൾ കണ്ടത് എൻകെയുടെ ഒരു അടിപൊളിയായിട്ടുള്ള പെർഫോമൻസ്. പിന്നെ എന്റെ അടുത്ത് ഒരു പെങ്കൊച്ചി പണ്ട് ഇവളൊരു സ്പീച്ച് തരും. എന്തായാലും നീ ഇവിടം വരെ വന്നേയല്ലേ, വല്ലതും പറഞ്ഞിട്ട് പോകും എന്നിനെ സാറും പറഞ്ഞിട്ട് പോകുമ്പോഴാണ് അവള് മൈക്കെടുത്ത് സംസാരിക്കാൻ തുടങ്ങും. ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി. നിങ്ങൾക്കറിയാൻ തോന്നുന്നു ഞാനാണ് നിങ്ങൾ എല്ലാവരും സെലക്ട് ചെയ്യപ്പെട്ട ലീഡർ. പിന്നെ നമ്മളെല്ലാരും ഫ്രഷേഴ്സ് ആയതുകൊണ്ട് വലിയ പരിചയമൊന്നും കാണത്തില്ല. പക്ഷെ എന്നാലും എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അതെന്താന്ന് പറയുന്നതിന് മുമ്പ് ഈ മുകളിലത്തെ സാധനം ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം വീഡിയോ ദൈവമേ. കുഴപ്പമില്ല, നിങ്ങളൊന്നും പേടിക്കണ്ട. ഞാൻ പറയാൻ വരുന്നത് എന്തോന്ന് വെച്ചാ, ഏതിന് അവളും എനിക്ക് പ്രൊപ്പോസ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ശല്യമായിട്ട് ആ ബാനറും തറയിലേക്ക് വീഴാൻ നോക്കും. അതോടെ അവളും അവളുടെ ചെരുപ്പെടുത്ത് ഒറ്റ എറിയുമ്പോഴാണ് അത് അവിടെ മുകളിൽ ഫയർ അലാറമിൽ ചെന്ന് കുടുങ്ങിയിരിക്കും. അതോടെ വെള്ളം മൊത്തത്തിൽ ലീക്കായി പിള്ളേരെല്ലാം പേടിച്ച് അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇത് കണ്ട് സാറും നീ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞ് അവളെ വന്ന് അറ്റാക്ക് ചെയ്യും. അതേസമയം ഇവൾ എറിഞ്ഞ ചെരുപ്പും ബാനറും കൂടെ വീഴുന്നത് അവളുടെ ക്രഷായ എൻകെയുടെ തലയിലായിരിക്കും. അങ്ങനെ ഇതായിരുന്നു പ്രൊപ്പോസിന് പകരം അകത്ത് അവിടെ സംഭവിച്ച. ഇത്രയും വലിയ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് കൂളായിട്ടൊരു സ്പീച്ച് കൊടുക്കാൻ വന്നല്ലേ. ആ ചെരുപ്പ് അവന്റെ തലയിൽ തന്നെ വന്ന് വീഴുന്ന് ആര് വിചാരിച്ച്? ചുമ്മാ ഇങ്ങനെ തള്ളാതെ. ഞാൻ ഒട്ടും സ്ട്രെങ്ത് ഇല്ലാത്ത ഒരു പാവം പെങ്കുച്ച്, എന്നെ കൊണ്ട് അത്ര ശക്തമായിട്ടൊക്കെ ആ ചെരുപ്പെടുത്ത് എറിയാൻ പറ്റുമോ എന്നിന് അവളും പച്ചക്കള്ള നമ്മളോട് പറയും. കാരണം അവളൊരു അത്ലറ്റ് ആണ്. ജാവലിൻ ത്രോയില് അവള് മാസ, അതുകൊണ്ട് അവൾക്കും പക്ക സ്ട്രെങ്താ. അങ്ങനെ അവളും കോളേജും ചേർന്ന ഉടനെ അവളുടെ സ്കൂളിൽ പഠിച്ചപ്പോഴുള്ള ക്രഷ് ഇവളുടെ കൂടെയാ പഠിക്കുന്നതെന്നറിയും. അതോടെ അവളുടെ ഹെയർ സ്റ്റൈൽ മൊത്തത്തിൽ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോഴെങ്കിലും അവളുടെ ഫസ്റ്റ് ലവിനെ എങ്ങനെയൊക്കെ അച്ചീവ് ചെയ്യണമെന്ന് അവളും കോളേജിന്റെ തുടക്കം തന്നെ ശബ്ദം എടുക്കും. അതിനുശേഷം ഫസ്റ്റ് ഡേ ക്ലാസ്സിന് അവളും കോളേജിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവൾക്ക് സ്കൂളിൽ പഠിച്ച ഒരു കൂട്ടുകാരുണ്ട്. അങ്ങനെ അവളുടെ കൂടെ ഒരുമിച്ചായിരിക്കും കോളേജിലേക്ക് ചെല്ലുന്നത്. പക്ഷെ അവൾ വേറെ ക്ലാസ് ആയതുകൊണ്ട് ഇവളും ഒറ്റയ്ക്ക് ക്ലാസ്സിനകത്ത് കയറുമ്പോഴാണ് അവിടേക്ക് എല്ലാവരും കൂടെ ഇവളെ കണ്ടുടനെ മനസ്സിലാക്കും ഇവളായിരുന്നു സ്റ്റേജ് വെച്ച് ആ ചെരുപ്പെടുത്ത് എറിഞ്ഞെന്ന് പറഞ്ഞ്. അതോടെ പാവ എൻകെയുടെ തല പോയെന്ന് പറഞ്ഞ് അവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നൈസിന് ഇവൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവളുടെ സീറ്റ് വന്നിരിക്കും. അങ്ങനെ ഇവളുടെ ഹോസ്റ്റൽ റൂമിലെ 3 റൂംമേറ്റ്സും ഇവളുടെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അങ്ങനെ അവർ 3 പേരും കൂടെ എങ്ങനെയൊക്കെ എൻകെ നിനക്ക് സെറ്റാന്ന് പറഞ്ഞ് അവരിൽ ഇവളെ കളിയായിക്കൊണ്ടിരിക്കും. അതേസമയം ഇവരുടെ പുറയിലായിരിക്കും എൻകെയുടെ 3 ഫ്രണ്ട്സ് ഉള്ളത്. അങ്ങനെ അവന്മാര് 3 പേരും അവളുടെ ചതിയിൽ നീ വീടായിരിക്കാൻ വേണ്ടി നിനക്ക് മന്ത്രമൊക്കെ എഴുത്തരാന്ന് പറഞ്ഞ് ഒരുത്ത അവിടുന്ന് പേപ്പറൊക്കെ എടുത്ത് എൻകെയുടെ നേർക്ക് എറിയാൻ നോക്കും. അപ്പോഴാണ് മറ്റവന്മാര് വാങ്ങിച്ചിട്ട് നിനക്ക് മന്ത്രം കൊണ്ട് കളിക്കാനേ ഉള്ളെന്ന് പറഞ്ഞ് അവനെ അടിച്ച് സൈലന്റ് ആക്കും. അതിനുശേഷം ക്ലാസ്സിലേക്ക് സാറും കയറി വരും. സ്റ്റുഡൻസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കോളേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും മിലിറ്ററി ട്രെയിനിങ് തീർച്ചയായും ഉണ്ടാകും. പക്ഷെ ഈ തവണ നിങ്ങൾക്ക് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി സ്ഥലം കിട്ടാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് അതില്ലെന്ന് വെച്ച്. പക്ഷെ എന്നാലും എക്സസൈസ് ഒക്കെ നമുക്ക് ആവശ്യമുള്ള, അതുകൊണ്ട് നമ്മുടെ കോളേജിൽ തീരുമാനം എടുത്തിട്ടുണ്ട് ഈ ആഴ്ച തന്നെ നിങ്ങൾക്ക് ഒരു സ്പോർട്സ് കോമ്പറ്റീഷൻ കാണും. അതിനുവേണ്ടി എല്ലാവരും തയ്യാറാവുക. നിങ്ങൾക്കെല്ലാം ഹാപ്പി അല്ലേ ഇപ്പോ എന്നിനെ സാറും ചോദിക്കുമ്പോഴാണ് മര്യാദയ്ക്ക് വെറുതെ ഇരിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് പിള്ളേരൊക്കെ കലിപ്പെല്ലാം കൺട്രോൾ ചെയ്ത് ക്ലാപ്പ് അടിച്ച് ചിയർ ചെയ്യും. അതിനുശേഷം സാറും എനിക്കും ഷോയിഫനും ടീച്ചേഴ്സ് റൂമിൽ വെച്ച് കാണണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇതോട് ഇവളും ടെൻഷനായിട്ട് എന്തിനായിരിക്കും സാറ് വിളിക്കുന്നതെന്ന് പറഞ്ഞ് നൈസിന് അവന്റെ പുറയിൽ ഇവളും പോവും. എനിക്ക് നിന്റെ തലയിൽ ആ മുറിവിന് കാരണം ഞാനല്ല, അത് സോറി കേട്ടോ, ഞാൻ മനഃപൂർവ്വം എന്റെ ചെരുപ്പെടുത്ത് നിന്റെ തല എറിഞ്ഞല്ല, അബദ്ധവശ പറ്റിപ്പോയതാ എന്നിന് ഇവള് സോറി വയ്ക്കുമ്പോഴാണ് അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ സാറിനെ കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് സാർ ഇവരെ കണ്ടിട്ട് ഇവരുടെ ലീഡറാക്കിയ അവര് സമ്മതം പറയില്ല എന്ന് സാറും കൺഫ്യൂസ് ആയിരിക്കും. പിന്നെ മക്കളെ എങ്ങനെയുണ്ട് കോളേജൊക്കെ? പൊളിയല്ലേ? ഞാൻ ക്ലാസ്സിൽ പറഞ്ഞില്ല നമുക്കൊക്കെ വർക്കൗട്ട് വേണം അല്ലേ? എനിക്ക് നീ എന്തോ പറയുന്നു എന്നിനെ സാറും ചോദിക്കുമ്പോഴാണ് അവനൊന്നും മനസ്സിലാവാതെ സാർ നിങ്ങൾ എന്തോ പറയുന്നത്
എന്ന് വെച്ചാൽ തെളിയിച്ച് പറയണം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്തിനിപ്പോ ഇങ്ങോട്ടേക്ക് വിളിച്ച? എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് സാറും അതോ സത്യസന്ധമായിട്ട് പറയണമെങ്കിൽ അത് നിങ്ങൾക്കൊരു ബാഡ് ന്യൂസാ, സോറി ഗുഡ് ന്യൂസാ. നിങ്ങളെ രണ്ടുപേരും ഞാൻ ലീഡറായിട്ട് ചൂസ് ചെയ്തേക്കുന്നു, ആർക്കും വിരോധമൊന്നുമില്ലല്ലോ. എന്നിന് സാറ് ചോദിക്കുമ്പോഴാണ് അവനും പെട്ടെന്ന് തന്നെ സമ്മതം പറയും. ഇതോടെ സാറ് സന്തോഷത്തിൽ ഇവനാണോ സമ്മതം പറഞ്ഞെന്ന് പറഞ്ഞ് ഷോയിഫെങ്ങനെ നോക്കുമ്പോഴാണ് എനിക്ക് ഉണ്ടേ ഞാനും സമ്മതം എന്ന് പറഞ്ഞ് അവൾ ഓക്കെ പറയും. അതോടെ അവളും മൊത്തത്തിൽ സ്വപ്നലോകത്തിലാവും. ഇനി കുറെ പ്രാവശ്യം എനിക്കയുടെ കൂടെ ഒറ്റയ്ക്കൊക്കെ കറങ്ങാന്ന് പറഞ്ഞ്, കാരണം ഇവ രണ്ടുപേരും ഇപ്പൊ ലീഡറായി. അങ്ങനെ ആ സന്തോഷമായിട്ട് കാര്യമൊക്കെ അവളുടെ കൂട്ടുകാരോട് പറയുമ്പോഴാണ് ഇത് കേട്ട് അവളും അപ്പൊ മോളിപ്പോ സ്വപ്നലോകത്തിലായെന്ന് പറഞ്ഞ് അവളെ കളിയാക്കാൻ തുടങ്ങും. പിന്നെ ഷൗഷുങ്, നീ അവനോട് സോറി ചോദിച്ചപ്പം അവന് നിന്നെ മനസ്സിലായോ? കാരണം ഇതിനുമ്പോ അവൻ നിന്നെ സ്കൂളിൽ വെച്ചാൽ കണ്ടു കാണുമല്ലോ. ഏതിനെ കൂട്ടുകാരും ചോദിക്കുമ്പോഴാണ് അവളും പറയും ഓ പിന്നെ എവിടെന്ന്, എന്റെ ഇപ്പോഴത്തെ ലുക്കിന് ആരെ കൊണ്ട് എന്നെ കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. എന്റെ അച്ഛൻ തന്നെ എന്നെ ഈ ലുക്കിൽ കണ്ടപ്പോ ഷോക്കായി, പിന്നെ അവൻ എന്നെ കണ്ടുപിടിക്കുന്നു. അതുമല്ലാതെ ഞങ്ങൾ തമ്മിൽ വലിയ പരിചയമൊന്നുമില്ല, ഇടയ്ക്കൊക്കെ ചുമ്മാ സ്കൂളിൽ വെച്ച് കണ്ടു മിണ്ടിയിട്ടുണ്ട്, അത്രയൊക്കെ ഉള്ളു. അതുകൊണ്ട് ഈ ചാൻസ് യൂസ് ചെയ്ത് ഞാൻ ഒന്നും കൂടെ അവന്റെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ നോക്കുക എന്നിന് ഇവളും പറയുമ്പം കൂട്ടുകാരിയും കളിയാക്കാൻ തുടങ്ങും. അപ്പനാണ് ഇവളും ചമ്മി പോയിട്ട് ഒന്ന് ഓടി സീരിയസ് ആയിട്ടൊന്നും സംസാരിക്കാൻ സമ്മതിക്കത്തില്ല നീ എന്നിന് ഇവർ രണ്ടും കൂടെ സംസാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം സ്റ്റുഡൻസ് എല്ലാരും കൂടെ ഏത് മത്സരത്തിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് എല്ലാവരും ലിസ്റ്റ് വാങ്ങിച്ചോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഷൗഷുങ് ആണ് അവളുള്ള എല്ലാ മത്സരത്തിൽ പങ്കെടുത്തേക്കും. അപ്പനാണ് ഇത് കണ്ട് എനിക്ക് മൊത്തം ഷോക്കായി പോകും. പിന്നെ ഷൗഷുങ് ഞാൻ തെറ്റിച്ച് വിളിച്ചതല്ല, അവളുടെ പേര് ഷോയിഫൻ ആണെങ്കിലും അവളുടെ ഫ്രണ്ട്സും വീട്ടിലൊക്കെ ഇങ്ങനെ അവളെ വിളിക്കുന്നത്. അങ്ങനെ എനിക്ക് ഇവിടെ ഓരോരുത്തരുടെ പേരെഴുതി വാങ്ങിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവളും വേറൊരു പെങ്കൊച്ചെന്ന് സ്പോർട്സ് ഡേക്ക് ഇടാൻ വേണ്ടി തന്ന ഡ്രസ്സ് ചേരുന്നില്ലെന്ന് പറയുമ്പോൾ ഷൗഷുങ് അവളുടെ ഡ്രസ്സ് വെച്ചെന്ന് പറഞ്ഞ് അതെടുത്താൻ കൊടുക്കും. അപ്പനാണ് എനിക്കും ഇവളിനി ചുമ്മാതെല്ലാണ് ടിക്ക് ചെയ്തേക്കുന്നെന്ന് പറഞ്ഞ് അവനത് കൺഫേം ചെയ്യാൻ വേണ്ടി ഈ രജിസ്ട്രേഷൻ ഫോം സാറിനോട് കൊടുക്കട്ടേയും ചെയ്യിക്കും. അതോടെ അവളും ധൈര്യമായിട്ട് കൊടുത്തെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞേക്കും. കാരണം ഇവിടെ ഉള്ള എല്ലാ മത്സരത്തിലും പങ്കെടുത്തേക്കുക, കാരണം സ്പോർട്സ് എന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനാ. അതിനുശേഷം ഇവരെ സ്പോർട്സ് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഷൗഷുങ്ങും എല്ലാ മത്സരത്തിൽ പങ്കെടുത്ത് അവൾ ഓരോന്നായിട്ട് വിജയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ട് അവളുടെ ക്ലാസ്മേറ്റ്സ് എല്ലാവരും കൂടെ അവിടെ നിന്ന് അവളെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം അവൾ ഒരു പയ്യനായിട്ട് തോൽക്കാൻ പോകുന്ന അവസരം വരുമ്പോഴാണ് ഇവൾ ക്ഷീണിച്ചിരിക്കുന്നുണ്ട്. പെട്ടെന്ന് എൻകെയും നീ ആ മാസം എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് മോട്ടിവേറ്റ് ചെയ്യും. അങ്ങനെ ഇവൻ മോട്ടിവേറ്റ് ചെയ്ത അവൾക്ക് പെട്ടെന്ന് എനർജി വരുന്ന അവൻ അറിയാം. അങ്ങനെ അതോടെ അവളും മറ്റേ പയ്യനടിച്ച് താഴ്ത്തിയിട്ട് അവൾ മത്സരത്തിൽ ജയിക്കുമ്പോഴാണ് എനിക്ക് വേണ്ടി എനിക്ക് അനൗൺസ് ഒക്കെ ചെയ്ത് പ്രോത്സാഹിപ്പിച്ചെന്ന് പറയുമ്പോഴാണ് ഇത് കേട്ട് കൂട്ടുകാരി അവസാനം അപ്പൊ ഇന്നത്തെ ദിവസം ഫുള്ള് ഇവള് മത്സരത്തിൽ പങ്കെടുക്കുന്ന മാത്രമേ ചെയ്തോളം ചോദിക്കും. അപ്പോഴാണ് അവളും പിന്നെ മത്സരത്തിൽ പങ്കെടുക്കാതെ സ്പോർട്സ് ഡേക്ക് എന്തിനാ വന്നേന്ന് ചോദിക്കുമ്പോഴാണ് കൂട്ടുകാരും ദേശത്തി അവൾ കിട്ടിയ നല്ല ചാൻസ് മൊത്തത്തിൽ കൊളവാക്കി എന്ന് പറയും. കാരണം ഇവള് യാൻകി ലീഡർ ആയതുകൊണ്ട് ഇന്നത്തെ ദിവസം യൂസ് ചെയ്ത് അവരുടെ ഒരു ക്ലോസ് ആയിക്കോണെന്ന കൂട്ടുകാർ വിചാരിച്ചേ. പക്ഷെ അവസാനം വരെ ഇവള് മത്സരത്തിൽ മാത്രം ഫോക്കസ് ചെയ്തേ ഉള്ളു. അപ്പോഴാണ് അതേസമയം സാർ അവളെ ഫോൺ വിളിച്ച് ഒരു ജോലി ഉണ്ടെന്ന് പറയുന്നത്. ഇതോടെ അവൾ അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇവിടെ മറ്റവൻ ആരെ പ്രപ്പോസ് ചെയ്യാൻ തയ്യാറായി. പക്ഷെ അവൾക്കൊന്നും ഇവനെ കുറിച്ചൊരു പിടിയില്ല. കാരണം ഇങ്ങനത്തെ കാര്യത്തിലൊന്നും അവൻ മൈൻഡ് പോലും ചെയ്യത്തില്ല. അതുകൊണ്ട് പാവ പെങ്കൊച്ചും ഇവന്റെ അടുത്തേക്ക് വന്നിട്ട് പ്രപ്പോസ് ചെയ്യാൻ പോകുമ്പോഴാണ് ഇത് മനസ്സിലാക്കി അവനും മനഃപൂർവ്വം പറയുന്നതും കേൾക്കാതിരിക്കാൻ വേണ്ടി അവൻ പാട്ടിന്റെ വോളിയം ഒക്കെ ഇങ്ങനെ കൂട്ടി വയ്ക്കും. അപ്പോഴാണ് അതേസമയം അവിടേക്ക് ഷൗഷുങ്ങും ഈ പെട്ടി എടുത്തോണ്ട് സാറ് പറഞ്ഞെന്ന് പറഞ്ഞ് അവനെ സഹായത്തിന് വിളിക്കുമ്പോഴാണ് അവിടെ ഒരു കൊച്ചു പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ഇവള് ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ നോക്കും. അപ്പോഴാണ് അവൻ ആ ബോക്സ് വാങ്ങിച്ചിട്ട് പെട്ടെന്ന് ഈ കൊച്ചിനെ നോക്കി എക്സ്ക്യൂസ് മീ എന്നോടെല്ലാം പറഞ്ഞായിരുന്നു, സോറി ഞാൻ ഒന്നും കേട്ടില്ല എന്നിട്ട് അവൻ ആക്ട് ചെയ്യുമ്പോൾ ആ കൊച്ചു വിഷമിച്ചിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം എനിക്ക് പെട്ടി എടുത്തോണ്ട് പോകുമ്പോഴാണ് ഇവള് ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് കുറെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി വരും. അപ്പോഴാണ് അവനും തിരിഞ്ഞിട്ട് എവിടെ ഹെൽപ്പ് എന്ന് പറഞ്ഞ് അങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവളുടെ വയറ്റിൽ നിന്ന് സൗണ്ട് വരുന്നിട്ട് ഇവനൊരു മിഠായി എടുത്ത് അവൾക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കും. അപ്പൊ എനിക്ക് അവളോട് ചോദിക്കും പിന്നെ സാറ് നിന്നെ നമ്മൾ വിളിച്ചു വരിച്ച് അദ്ദേഹം എല്ലാം പറഞ്ഞായിരുന്നു എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും ഓ അതോ നാളെ ടീം കോമ്പറ്റീഷൻ അല്ലേ, അതുകൊണ്ട് നമ്മുടെ ക്ലാസ്സിൽ ഓരോരുത്തരും ടീം ആതിനെ കുറിച്ച് നമ്മളോട് ഡിസൈഡ് ചെയ്യാൻ പറഞ്ഞ നാളെ കുറെ ഗെയിം ഉണ്ട് എന്നിന് ഇവളും പറയുമ്പോഴാണ് ഇത് കേട്ടവനും അപ്പോ എല്ലാ ഗെയിമിലും നീയും പങ്കെടുക്കുന്നുണ്ട് അല്ലെ എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും പിന്നല്ലാതെ ഞാനൊരു ലീഡർ അല്ലേ, ലീഡർ എന്ന സ്ഥിതിക്ക് അവർക്ക് സപ്പോർട്ടിന് ഞാൻ എല്ലാ മത്സരത്തിലുണ്ട്, ഫ്രണ്ട്സ് ആയ പരസ്പരം ഹെൽപ്പ് ചെയ്യണ്ടേ, അതല്ലേ ശരിയായിട്ടുള്ള കാര്യം എന്നിന് ഇവളൊരു ഡയലോഗ് പറയുമ്പോഴാണ് ഇത് കേട്ട് പെട്ടെന്ന് അവന് ഷോക്കായി പോകും. കാരണം ഇതേ ഡയലോഗ് സ്കൂളിൽ പഠിച്ചപ്പോ അവന്റെ ഒരു ഫ്രണ്ടും പറഞ്ഞാണ് ആ ഫ്രണ്ടിനെ ഇവൻ ഒത്തിരി ഇഷ്ടമാണ്, അത് പ്രേമമല്ല അല്ലാത്ത സ്നേഹം. കാരണം സ്കൂളിൽ ഇവനെ കുറെ പേര് റാഗ് ചെയ്തപ്പം ആ ഫ്രണ്ടായിരിക്കും ഇവനെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് അവനും തിരിച്ച് ഇവളോട് ഇവളിപ്പോ ഏത് ഡയലോഗാ പറഞ്ഞെന്ന് ചോദിക്കുമ്പോഴാണ് അവളും ടെൻഷനായിട്ട് ഞാനെന്തോ പറഞ്ഞ അതല്ലേ ശരിയായിട്ടുള്ള കാര്യം അല്ലേ, ഇതാണോ പറഞ്ഞ എന്നിന് അവളും ചോദിക്കുമ്പോഴാണ് ഇവൻ ആ ബോക്സ് എടുത്ത് തറ വെച്ചിട്ട് അവളുടെ സ്ഥലം എത്തിന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് അവിടെ നിന്ന് പോകും. അപ്പൊ ഷൂഷോങ് ഇത് കണ്ടിട്ട് ഒന്നിക്ക് ഇനിയിപ്പോ നമ്മ രണ്ടുപേരും സെറ്റ് ആയില്ല എന്നിന് ഇവളും ചോദിക്കുമ്പോൾ അവനൊന്നും പറയാതെ ഇവളെ തന്നെ തുറച്ചു പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവൾ അറിയാൻ ടെൻഷനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനല്ല, അതായത് നാളെ നമ്മൾ ടീമല്ലേ അതാ ഞാൻ ചോദിച്ചേ നമ്മ രണ്ടുപേരും സെറ്റ് അല്ലേന്ന്, അല്ലാതെ വേറൊന്നും ഉദ്ദേശിച്ചില്ല, നീയും തെറ്റിരിക്കല്ലേ എന്നിന് ഇവൾ പറയുമ്പോഴാണ് അവനും എങ്കിൽ പിന്നെ വേറെ
വേറെ രീതി ഒരു അർത്ഥം ഉണ്ടെന്ന് അറിഞ്ഞല്ലേ, അതെന്തോ നീ ഉദ്ദേശിച്ച? അതൊന്നുമില്ല, ഒന്ന് വിട്ട് കളയടാ, ഇവന്റെ അടുത്ത് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടാ മതി. എന്റെ പൊന്നോ. എന്നിന് അവള് രക്ഷപ്പെട്ട് അവിടെ നോടിപ്പോവും. അതിനുശേഷം അടുത്ത ദിവസം സാറും നമ്മളായിരിക്കും ജയിക്കുന്നതെന്ന് പറഞ്ഞ് അവരെ മോട്ടിവേറ്റ് ചെയ്ത് പറഞ്ഞേക്കും. അങ്ങനെ ആദ്യം ഇവര് മത്സരിക്കാൻ പോകുന്നത് വടംവലിയാണ്. അങ്ങനെ NKയുടെ ബാക്കില് അവസാനം ഇവളാ കയറും പിടിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് അവളുടെ കൂട്ടുകാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. എടി ശൗഷും, ഇന്നലത്തെ പോലെ ചുമ്മാ ഗെയിമിൽ ഫോക്കസ് ചെയ്ത് നിന്റെ ചാൻസ് കളയാതെ പറ്റുന്ന സമയം കൊണ്ട് നീ അവന്റെ കൂടെ ക്ലോസ് ആകാൻ നോക്ക്. അതിനാദ്യം നീ വായി നോക്കി നിൽക്കാതെ അവൻ അട്രാക്ട് ചെയ്യാൻ വേണ്ടി എന്തേലൊക്കെ ഷോ ആണ് ഇത്. എക്സാമിന് നിന്റെ കഴുത്തൊക്കെ ഇങ്ങനെ വിരിച്ചാണ് ഇത്. ഒരേശം അവൻ തിരിഞ്ഞു നോക്കില്ല, എന്തേലും ചുമച്ചിട്ടെങ്കിലും നീ അവനെ വിളിക്ക്, എന്തായാലും അവൻ നിന്നെ കാണണം. എന്നിന് അവള് പറഞ്ഞേക്ക് ഓർത്ത് നോക്കി ഇവളും ചെറുതായിട്ട് ചുമച്ചിട്ട് കഴുത്തൊക്കെ ഇങ്ങനെ വിരിച്ചു കാണിക്കുമ്പോഴാണ് ഇവളിപ്പോ എന്തുവാ കാണിക്കുന്നെന്ന് പറഞ്ഞ് അവന് മൊത്തത്തിൽ പേടിച്ചു പോകും. അതിനുശേഷം മത്സരം സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഇവള് മത്സരം തുടങ്ങിയെന്ന് പറഞ്ഞ് വീണ്ടും അത് ഫോക്കസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോഴാണ് കൂട്ടുകാർ വീണ്ടും മൈൻഡ് ഇങ്ങനെ വന്നിട്ട് വന്നത്, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നീ ഗെയിം കളിക്കാനല്ല വന്ന്, അവനെ വീഴ്ത്താനാ വന്ന്. മത്സരത്തിൽ നീ ഇങ്ങനെ സ്ട്രോങ് ആയിട്ടിരുന്ന എങ്ങനാ? നീ കുറച്ച് വീക്കായിട്ട് ആക്ട് ചെയ്താലേ അവൻ നിന്നെയൊക്കെ കെയർ ചെയ്യത്തുള്ളൂ. നൈസിന് അടുത്തേക്ക് ചെന്ന് അവനൊന്ന് ടച്ചൊക്കെ ചെയ്ത് തരും, എന്നാലേ കുറച്ചെങ്കിലും സെറ്റ് ആകത്തുള്ളൂ. ഏതിന് അവള് പറഞ്ഞിട്ട് വീണ്ടും ശൗഷും നൈസിന് അടുത്തേക്ക് ചെന്ന് അവന്റെ കൈ തൊടാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് പെട്ടെന്ന് അവന് ബാക്കിലോട്ട് വലിച്ചോടെ ഒറ്റയടിക്ക് ഇവളും തെറിച്ചോയി അങ്ങ് വീഴും. അതിനുശേഷം വേദന സഹിക്കാൻ പറ്റാതെ ഇവർ ആ മത്സരത്തിൽ ജയിച്ചിട്ട് നെക്സ്റ്റ് മത്സരം സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഈ മത്സരം രണ്ടുപേരുടെ കാലും കെട്ടിയിട്ടിട്ട് അവരെ ടീമായിട്ട് നടന്നു പോകണം. അങ്ങനെ സാറ് എല്ലാവർക്കും നമ്പർ കൊടുത്തിട്ട് സെയിം ആയിട്ട് വരുന്നവരെല്ലാം ഒരു ടീം ആകാൻ വേണ്ടി പറയും. അപ്പോഴാണ് ലക്കും നമ്മുടെ ശൗഷുങ്ങിന്റെ കൂടെ അവൾക്ക് കിട്ടിയ അതേ നമ്പർ ആയിരിക്കും NKക്കും കിട്ടുന്നത്. അതോടെ ഇവരുടെ സെറ്റായെന്ന് പറഞ്ഞ് ആ മത്സരത്തിൽ പങ്കെടുക്കും. അപ്പോഴാണ് അവളും ടെൻഷനായിട്ട് എല്ലാരും കൈയൊക്കെയല്ലേ പിടിച്ചു നിൽക്കുന്നതെന്ന് പറഞ്ഞ് നൈസിന് അവന്റെ കൈ പിടിക്കാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അവനും പെട്ടെന്ന് തോളി കൈയിട്ടിട്ട് തീർച്ചയായും നമ്മൾ ഈ മത്സരം ജയിക്കണം എന്ന് പറഞ്ഞ് അവളെ മോട്ടിവേറ്റ് ചെയ്ത് രണ്ടുപേരും സ്പീഡ് നടക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ കുറച്ചൊരു മാസമായിട്ട് ഇവരും പോകുമ്പോഴാണ് പെട്ടെന്ന് NKയും തെന്നടിച്ചങ്ങ് വീഴും. ഇതോടെ ഇവളും പെട്ടെന്ന് പേടിച്ചിട്ട് മത്സരത്തിൽ ജയിക്കണം എന്ന് പറഞ്ഞ നീ ഇങ്ങനെ തോറ്റു കൊടുക്കാവെന്ന് പറഞ്ഞ് അവൾ ഇങ്ങനെ പോയാൽ പറ്റില്ലെന്ന് വിചാരിച്ച് പെട്ടെന്ന് അവനും പൊക്കിയെടുത്തോണ്ട് സ്പീഡ് ഇങ്ങനെ ഓടാൻ തുടങ്ങും. ഇതോടെ അവിടെ ഇരിക്കുന്നില്ല ഷോക്കായിട്ട് എങ്ങനെയായാലും മത്സരിച്ച് ജയിക്കടി എന്ന് പറഞ്ഞ് അവരൊക്കെ ചിയർ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അവസാനം മത്സരിച്ച് ജയിച്ച് പാവം അവന് മലനടിച്ച് തറയെ കിടക്കുമ്പോഴാണ് ഇവളും നമ്മൾ ജയിച്ചേന്ന് പറഞ്ഞ് അടുത്തേക്കൊന്ന് സന്തോഷത്തിൽ പറഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് അവനും കൈ മാത്രം ഇങ്ങനെ പൊക്കി അവൾക്ക് ക്ലാപ്പ് അടിച്ചു കൊടുക്കും. അതിനുശേഷം ഇവളിങ്ങനെ പൊക്കിയെടുത്ത് ഓടിയതുകൊണ്ട് അവൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ മിഠായി വെക്കുന്ന പെട്ടി കളഞ്ഞു പോയി കാണും. അതോടെ അവനും പെട്ടെന്ന് ഷോക്കായിട്ട് അത് എവിടെ പോയെന്ന് പറഞ്ഞ് അന്വേഷിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ട് അവളും പുറകെ വരും. എന്തോ പറ്റി, എന്തേലും കളഞ്ഞോയോ? ഞാൻ വേണം സഹായിക്കാം എന്നിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവനും അതൊന്നും കുഴപ്പമില്ല, എന്റെ മിഠായി പെട്ടി കളഞ്ഞുപോയി, അത് എവിടെ പോയെന്ന് അറിയാൻ വയ്യ. എന്നിന് അവനും കുറച്ച് ടെൻഷനായി അതൊക്കെ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൾ അടുത്തുള്ള ബോക്സ് ഒക്കെ തപ്പി നോക്കിയിട്ട് അവളുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകും. അപ്പോഴാണ് കൂട്ടുകാരിയും ഒരു ചെറിയ മിഠായി പെട്ടിക്ക് വേണ്ടിയാണോ ഇത്രയും ഷോ എന്ന് പറഞ്ഞ് അവള് ഇവളോട് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇവനെ കണ്ടിട്ട് ശൗഷങ്ങും ഒരേശ അവനത് വിലപ്പെട്ടതായിരിക്കും എന്ന് പറഞ്ഞ് അവളും പെട്ടെന്ന് അവനെ സഹായിക്കാൻ വേണ്ടി അവിടെയുള്ള കുറെ സ്ഥലങ്ങൾ തപ്പി നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അവന് വേണ്ടി വേസ്റ്റ് ബാസ്ക്കറ്റിലൊക്കെ തപ്പി നോക്കുമ്പോഴാണ് ഇത്രയ്ക്കൊക്കെ വേണമെന്ന് പറഞ്ഞ് കൂട്ടുകാരി അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം എനിക്കും ആ സാധനം കിട്ടാത്ത വിഷമത്തി അവന് പഴയതൊക്കെ ഓർത്ത് വെക്കും. അതായത് ഇവന് സ്കൂളിൽ പഠിച്ചപ്പോ ഇവനെ റാഗ് ചെയ്യുന്നവരുടെ അടുത്ത് നിന്ന് രക്ഷിച്ച ഒരു ഫ്രണ്ട് ഉണ്ട്. അവനൊരു സ്കൂളിൽ നിന്ന് മാറിപ്പോയപ്പോ അവസാനമായിട്ട് അവന്റെ ഓർമ്മയ്ക്കുണ്ടായത് ഈ മിഠായി പെട്ടിയാണ്. അതുകൊണ്ടാണ് അവൻ അതിനെ ഓർത്ത് ഇത്രയും കെയർ ചെയ്യുന്നത്. അങ്ങനെ അത് കിട്ടാത്ത വിഷമത്തി അവൻ ആ ഗ്രൗണ്ടിൽ തന്നെ കിടന്നുറങ്ങുമ്പോഴാണ് അവിടേക്ക് ശൗഷുങ്കും വരും. എനിക്ക് എന്തുവാൾ ഇവിടെ കിടന്നുറങ്ങുന്നത് എന്നിന് അവള് വിളിച്ചുണർത്താൻ നോക്കുമ്പോഴാണ് അവന് മനസ്സിൽ വിചാരിക്കും, ഓ ഈ ശല്യം ഇവിടെയും വന്ന മാറിപ്പോ, എനിക്കൊന്നും കുഴപ്പമില്ല എന്നിന് അവൻ എഴുന്നേറ്റ് ഇരിക്കുമ്പോഴാണ് ഇത് കണ്ട് അവളും പേടിച്ചിട്ട് നിനക്ക് അസുഖമല്ലോ ഉണ്ടോ, പെട്ടെന്ന് എന്ന് ഇത്രയും ദേഷ്യപ്പെടുന്നത്, ഞാൻ വേണേ ക്ലിനിക്ക് വിളിച്ചോണ്ടോട്ടെ എന്നിന് ഇവള് വയ്ക്കുമ്പോഴാണ് അവനും ഒന്നിന്റെ ആവശ്യമില്ല, ഞാൻ പെർഫെക്റ്റ് ഓക്കെ എന്നിന് അവൻ പറഞ്ഞോടെ അവളും പെട്ടെന്ന് പോക്കറ്റിൽ നിന്ന് ഇവന്റെ കളഞ്ഞുപോയ സാധനം എടുത്തു കൊടുക്കും. അതായത് ആ മിഠായി പെട്ടി. ഇതല്ലേ നിന്റെ കളഞ്ഞുപോയ സാധനം എന്നിന് അവള് വയ്ക്കുമ്പോഴാണ് അവനും ഇതെന്റെ കളഞ്ഞുപോയ മിഠായി പെട്ടി, നിനക്കിത് എവിടെ നിന്നാ കിട്ടിയ? ഞാൻ ഇവിടൊക്കെ തപ്പിട്ടൊന്നും കിട്ടിയില്ലല്ലോ എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും ചിരിച്ചിട്ട് അതെങ്ങനെ പറയാനാ, അത് കുറച്ച് വൃത്തിയല്ലാത്ത പ്ലേസാ എന്നിന് അവളും ചിരിക്കുമ്പം ഇനി ഇതിപ്പോ വേസ്റ്റ് നിന്ന് എടുത്തോണ്ടെന്ന് പറഞ്ഞ് അവൻ ചുമ്മാ തമാശയ്ക്ക് ചോദിക്കും. പക്ഷെ സത്യത്തിൽ അവൾ അവിടെ നിന്ന് എടുത്തോണ്ടെന്ന്. അങ്ങനെ ആ കാര്യം അവളും പറഞ്ഞ് അവൾ വൃത്തിയാക്കിയിട്ട് ഈ സാധനം ഇവന്റെ കൊടുത്തേന്ന് പറയും. ഇതോടെ അവനും മൊത്തം ടച്ചായിട്ട് അവൻ മനസ്സോർന്ന് അവൾക്ക് നന്ദി പറയും. ഈ മിഠായി പെട്ട് നിനക്ക് അത്രയ്ക്കും പ്രധാനമാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ കുറെ മിഠായി കഴിക്കാറുണ്ട്, പിന്നെ പല്ലൊക്കെ പോകുമ്പോൾ ഞാൻ അതോടങ്ങ് നിർത്തി, അല്ലെങ്കിൽ എന്റെ പല്ല് മൊത്തം ചൂത്തപ്പല്ലായി പോയാന് എന്നിന് അവളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ബാക്കിൽ നിന്ന് ഒരുത്തനും ബോൾ നേരെ ചവ കൊണ്ടുവയ്ക്കാൻ അറിയാതെ ഇവർക്ക് നേർക്കങ്ങ് വിട്ടുകളയും. അതോടെ ശൗഷുങ് ഓടിച്ചെന്ന് അത് തടഞ്ഞു നിർത്തുമ്പോഴാണ് ഇവളുടെ ഡ്രസ്സിന്റെ പുറം വശം ശൗഷുങ് എന്ന് പറഞ്ഞ് എഴുതിയേക്കും. അപ്പോഴാണ് ഇത് കണ്ടതോടെ എനിക്ക് മൊത്തത്തിൽ ഷോക്കായി പോകും. കാരണം ഇതേ പേരാണ് അവൻ എപ്പോഴും ഓർത്തോണ്ടിരിക്കുന്ന അവന്റെ സ്കൂൾ ഫ്രണ്ടിന്റെയും. അതോടെ അവൻ അവളുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും, ഷോയിഫാൻ നിനക്ക് ചേട്ടൻ വല്ലതും ഉണ്ടോ? അവൻ ചോദിക്കുമ്പോഴാണ് അവളും ചേട്ടനോ, ഞാൻ മാത്രമേ ഉള്ളൂ, ഐ ആം ദ ഓൺലി ചൈൽഡ്.
എനിക്ക് സത്യത്തിൽ നിന്റെ ഫ്ലാഷ് ബാക്ക് എന്തുവാ? എന്തുകൊണ്ടാ അവളുടെ ഡ്രസ്സിനകത്ത് ആ പേര് കണ്ട ഉടനെ ഇവൾക്ക് ചേട്ടനുണ്ടോന്ന് ആവേശത്തോട് ചോദിക്കാൻ കാര്യം? എങ്കിൽ പിന്നെ അത് വിട്. ഈ ശൗഷുങ് ആരാ? അവനാണോ നിന്നെ സ്കൂളിൽ പഠിച്ചപ്പോ ഹെൽപ്പ് ചെയ്ത ഫ്രണ്ട്? ഓ, എന്തേലും പറ, എനിക്ക് ഈ വീഡിയോ അവസാനിക്കണം. നിന്റെ സ്കൂളിൽ പഠിച്ച ഫ്രണ്ട് ആരാ? നിങ്ങൾ എന്നോട് വല്ലതും ചോദിച്ചായിരുന്നോ? സോറി, ഞാൻ വേറൊരു ചിന്തയിലായിരുന്നു. അവൻ പോന്നേ പോട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മൾ തന്നെ കഥ എന്തോന്ന് കണ്ടറിയാം.